ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദുബായിലെ പുരോഗമന സംഘടനകൾ ചേർന്ന സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് കരുത്തു പകരുന്ന വിധിയുണ്ടാവണമെന്ന് സ്നേഹസംഗമം ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദുബായിലെ പുരോഗമന സംഘടനകൾ ചേർന്ന് സംഘടിപ്പിച്ച സ്നേഹസംഗമം CPIM സംസ്ഥാന സെക്രട്ടറി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ കേന്ദ്ര ഭരണകൂടം തന്നെ വെല്ലുവിളിക്കുന്ന കാലത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള വിധിയെഴുത്താണ് ജനാധിപത്യ വിശ്വാസികൾ നടത്തേണ്ടതെന്ന് PK ബിജു പറഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരമുറപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ജാഗ്രത കേരളം കാണിക്കേണ്ടതുണ്ടെന്ന് സ്നേഹസംഗമത്തിൽ സംസാരിച്ച മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ പറഞ്ഞു. കേരളത്തിനു വേണ്ടി കരുത്തോടെ ശബ്ദമുയർത്താൻ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ നിന്നും ഇടതുപക്ഷ പ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് INL നേതാവ് കാസിം ഇരിക്കൂർ പറഞ്ഞു. ചടങ്ങിൽ CPI നേതാവ് വിൽസൺ തോമസ് അധ്യക്ഷത വഹിച്ചു. നോർക്ക ഡയറക്ടർ OV മുസ്തഫ, INL നേതാവ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, IMCC നേതാവ് അഷറഫ് തച്ചുരത്ത്, കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് എബ്രഹാം പി സണ്ണി, യുവകലാസാഹിതി UA രക്ഷാധികാരി പ്രശാന്ത് ആലപ്പുഴ എന്നിവർ സംസാരിച്ചു. ലോക കേരള സഭാംഗവും ഓർമ്മ മുഖ്യ രക്ഷാധികാരിയുമായ NK കുഞ്ഞഹമ്മദ് സ്വാഗതവും സോണിയ ഷിനോയ് നന്ദിയും പറഞ്ഞു. വിവിധ പുരോഗമന പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി 450ഓളം പേർ യോഗത്തിൽ പങ്കെടുത്തു. UAയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 55 അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. കമ്മിറ്റിയുടെ ചെയർമാനായി OV മുസ്തഫ, വൈസ് ചെയർമാൻമാരായി വിൽസൺ തോമസ്, അഷറഫ് തച്ചുരോത്ത്, ഷിജു ബഷീർ, സോണിയ ഷിനോയ് എന്നിവരെയും ജനറൽ കൺവീനറായി NK കുഞ്ഞഹമ്മദ്, ജോയിന്റ് കൺവീനർമാരായി എബ്രഹാം സണ്ണി, പ്രദീപ് തോപ്പിൽ, ബാബു എന്നിവരെയും തിരഞ്ഞെടുത്തു. കൈരളി ന്യൂസ്, ദുബായ്.